ഈ ഖുതുബ എന്ന് സംസാരിച്ച വിഷയം ദിക്റുള്ള അള്ളാഹുവിന്റെ മഹത്തായ ദിക്ർ, ആ ദിക്റിന്റെ ബഹുമാനങ്ങളും ദിക്റുമായി എന്തുകൊണ്ട് നാം ബന്ധപ്പെടണം, എങ്ങനെ ബന്ധപ്പെടണം എന്ന വളരെ അർത്ഥവത്തായ വിഷയമാണ് നമ്മുടെ ഖുതുബയിൽ സംസാരിച്ചത്. മുഅ്മിനീങ്ങൾ എപ്പോഴും നാം അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ഏത് സമയത്തും. കാരണം അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ ഒരു സെക്കൻഡും നമുക്ക് അങ്ങോട്ട് നീക്കാൻ ഒരിക്കലും കഴിയൂല. നമ്മുടെ ഓരോ ശ്വാസങ്ങൾ അത് ഇറക്കുന്നതാണെങ്കിലും അത് കയറ്റുന്നതാണെങ്കിലും അള്ളാഹുവിന്റെ മദതാണ്. ഒരു സെക്കൻഡ് പടച്ചറപ്പത് പിടിച്ചു വെച്ചാൽ കൊറോണയുടെ ആ സമയങ്ങളിലൊക്കെയും അള്ളാഹു പരീക്ഷിച്ചിരുന്നു. ഓക്സിജൻ കിട്ടാതെ കൃത്രിമമായ ഓക്സിജൻ വെച്ച് എത്രയോ ചെറുപ്പക്കാർ നല്ല ഉഷാറും ജിമ്മിനും മറ്റു പോകുന്ന ആളുകൾ തന്നെ. കാരണം എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച മനുഷ്യൻ ഒരു മിനിറ്റ് ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റൂല, എന്നെ കൊണ്ടൊന്നും പറ്റൂല. കാരണം അള്ളാഹുവാണ്. നമുക്കറിയാലോ, ഇന്ന് ഒരാഴ്ച അധികമായി അമേരിക്കയുടെ നാടുകളിൽ നിന്ന് പല ഭാഗങ്ങളും കത്തി സാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, എല്ലാ കണ്ടുപിടുത്തങ്ങളുടെ പിതാവാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ. എന്ത് പ്രയാസം വന്നാൽ വരുന്നതിന് മുമ്പ് തന്നെ അത് തടുക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്ന വലിയ ഒരു രാജ്യത്തിന്റെ ആളുകളാണ്. പക്ഷെ അള്ളാന്റെ അതാ വരുമ്പോ പിടിച്ചിരിക്കാൻ പറ്റൂല. എന്തെല്ലാം സംവിധാനങ്ങൾ, പക്ഷെ എത്ര കോടികൾ പോയി, കരിഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി. മുഅ്മിനീങ്ങളെ അല്ലെ, അതൊക്കെയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മനസ്സിലാതെ ഇപ്പൊ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. 1.5 കൊല്ലക്കാലം ഫലസ്തീനികളായ ഗാസയിലുള്ള മുഅ്മിനീങ്ങൾ അവിടെ എന്തെല്ലാം തീപിടുത്തങ്ങൾ കൊണ്ട് ബിൽഡിങ്ങുകളും വീടുകളും മദ്രസകളും സ്കൂളുകളും എല്ലാം കത്തിച്ചാമ്പലാകുമ്പോൾ ഒരക്ഷരം പോലും സംസാരിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു ആരാണ്? സുബ്ഹാനല്ലാഹ്, വല്ലാഹു ഖൈറുൽ മാകിരീൻ. ചതിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ചതിയാണ് അള്ളാഹുവാണ്. ഞങ്ങൾ ചതിയല്ല. അള്ളാഹ് തീരുമാനിച്ചാൽ പാഠം പഠിക്കാൻ വേണ്ടി അള്ളാഹ് ഒരുങ്ങിയാൽ പിന്നെ എന്ത് കണ്ടുപിടിത്തോ ഫലപ്പെടൂല. അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും ശൂന്യമാണ്. ആ അള്ളാഹുവിനെ ഓർക്കേണ്ടത് നമ്മുടെ കടപ്പാടാണ്. അള്ളാഹുവിന്റെ ദിക്ർ തരേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധമായ നമ്മുടെ ഖുതുബ ഇന്ന് നമ്മോട് ഉപദേശിച്ചതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ല. ഖുതുബ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ശ്രദ്ധയില്ലാത്ത ആളുകൾ ആകാൻ പാടില്ല. അള്ളാഹുവിന്റെ ശ്രദ്ധ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു പോകാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും അള്ളാഹുവിന്റെ നന്ദിയുള്ളവരാകണം, അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം. ദിക്റുണ്ട്, നാവിലുള്ള ദിക്ർ, കണ്ണിലുള്ള ദിക്ർ, ശ്വാസത്തിലുള്ള ദിക്ർ, എന്തെല്ലാം ദിക്റുകൾ മഹാന്മാർ ഒരുമിച്ചു. അതല്ലേ ഇത് നമ്മുടെ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ ദിക്റിന്റെ മാസമാണ് റബീഉൽ ആഖിർ, ജമാഅത്തുൽ ഊല. അല്ലെ, ഒരു മാസം റിഫായി ശൈഖ് ദിക്ർ ചെല്ലുന്നു. പിന്നെ മാസം മഹാനായ റിഫായി ശൈഖ് തങ്ങൾ പഠിപ്പിച്ച ദിക്ർ ചെല്ലുന്നു. ദിക്റുകൾ എന്തെല്ലാം ദിക്റുണ്ട്. ശ്വാസത്തിലൂടെ ചെല്ലുന്ന ദിക്ർ. അല്ലെ, ഇവിടെ ദഫാത്തിന്റെ ദിക്ർ മജീസിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം. സാധാരണ നമ്മുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ ദിക്റുണ്ട്. അല്ലെ, അല്ലാഹു പറഞ്ഞ അല്ലാഹു എന്താണത്? നമ്മുടെ ശ്വാസം കൊണ്ട് ദിക്ർ വേണം, കല്ലുകൊണ്ട് ദിക്ർ വേണം, നമ്മുടെ ശരീരം കൊണ്ട് ദിക്ർ വേണം. അങ്ങനെ ദിക്ർ ചൊല്ലിയാൽ ഏതൊരു മനുഷ്യനും അവസാനത്തെ സമയം മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം സമീപിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും അല്ലെ എന്ത് ചെല്ലാൻ വേണ്ടിയില്ലെങ്കിലും ശ്വാസം ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവന്റെ അയാത്രകാലത്ത് ഹൂ എന്നതിന് ഒരു ദിക്റായി ചെല്ലിയ മനുഷ്യനാണെങ്കിൽ അള്ളാഹിനെ വിളിച്ച് മരിച്ച പ്രതിഫലം കഥ കൊടുക്കും. നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹിന്റെ നോട്ടം. എന്ന് ചെല്ലുമ്പോ പറയാതെ ദിക്റും ചൊല്ലി എങ്ങനെ തമാശാക്കിയിട്ട് ഇറങ്ങി പോയാൽ അവരുടെ അവസ്ഥ എന്താ? ഹൂ അള്ളാഹിന്റെ ദിക്റല്ലേ. സൂറത്തുൽ ഇഖ്ലാസിൽ എന്താ പറഞ്ഞത്? ഖുൽ ഹൂ, അല്ലെ, ഖുൽ ഹൂ ഹുവല്ലാഹ്, ഖുൽ ഹുവല്ലാഹ് അവസാനത്തെ അക്ഷരം അള്ളാഹുവിന്റെ അവസാനത്തെ അക്ഷരം. ഈ രണ്ട് ദിക്റായിട്ട് ചെന്നാൽ ഒരാൾക്ക് കണ്ടില്ലെങ്കിൽ ഈമാനാണോ? സമയമുണ്ട്. വെള്ളിയാഴ്ച ദിവസം പോലും ഒരു 33 സുബ്ഹാനല്ലാഹ് ചെല്ല. എവിടെയുണ്ട് സമയം? ചെല്ലുന്ന ഒരാൾ ചെല്ലുന്നുണ്ട്, അല്ലെ, എന്ത് സുബ്ഹാനല്ലാഹ് റാഹത്തോടെ ചെല്ലാൻ നമുക്ക് സൗകര്യമില്ല, സമയമില്ല, റാഹത്തില്ല. സമയത്തോ ഇല്ല, ദിക്റുകാരുടെ സമയമില്ല. മനുഷ്യൻ അതപ്പതിച്ചു പോയ ആരാണ്? ഖുർആൻ എന്ന് പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ തീരുമ്പോൾ പറയുന്നത്
അള്ളാഹുവിന്റെ ദിക്ർ അത് വലുതാണ്. ഒറ്റയ്ക്കിരുന്ന് ചെല്ല, സദസ്സിരിയല്ല, എങ്ങനെയൊക്കെയല്ല, പോകുമ്പോ ചെല്ല, വരുമ്പോ ചെല്ല. ഞാനെന്താ ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഓർമ്മയാണ്. അള്ളയില്ലാത്ത നമ്മുടെ ജീവിതം എന്ത് ജീവിതമാണ്? ഇവിടെ എന്ത് കഷ്ടപ്പെട്ടാലും എന്ത് അധ്വാനിച്ചാലും അതിനെല്ലാവരും പരിധിയുണ്ട്. എന്റെ ഭാര്യ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, മക്കള്, എന്റെ വീട്, വരമ്പ്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷെ അള്ളാഹ് പരിധിയുണ്ട്. ഒറ്റയ്ക്ക് കവിഞ്ഞെത്തിയാൽ അത് لا تنتكسد عنا وعافنا واعف عنا وكلنا حيث كنا. وكلنا حيث كنا. പഠിച്ചവനെ ഞങ്ങൾ എവിടെ ആയാൽ നീ ഞങ്ങളോടൊപ്പം ആകണേ അല്ലാഹ്. അവരിൽ വായില്ല, പക്ഷെ അതുണ്ടാവും. അവരിൽ കൂട്ടുകാരില്ല, പക്ഷെ അതുണ്ടാവും. പക്ഷെ ആ ചിന്ത വേണ്ടേ? അള്ളാഹ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് എവിടെയാണ് താല്പര്യം? യുവാക്കൾക്ക് എവിടെയുണ്ട് സമയം? എല്ലാ അനാവശ്യത്തിനും എത്ര സമയം വേണം ചെലവഴിക്കും? പള്ളിയിൽ വന്നിട്ടോ കുറച്ച് ജമാഅത്തിന് സമയം ചെലവഴിക്കാൻ ഇല്ല, സൗകര്യമില്ല. പള്ളിയിൽ നടക്കുന്ന ആഴ്ചയിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാത്ത ഒറ്റ ചെറുപ്പക്കാരൻ നമ്മുടെ സദസ്സിലുണ്ടാവുക. കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. കല്യാണം കഴിക്കുമ്പോൾ എല്ലാം തോന്നിവാസത്തിന് ചെറിയൊരു വിരാമം ഉണ്ടാവും. കുറച്ച് പേര് വരാൻ തോന്നും. ചില ചെലവന്നെ കല്യാണം കഴിഞ്ഞാൽ ചെലവന്നെ നോക്കണ്ട, നോൺ സ്റ്റോപ്പ് തുടങ്ങിയിട്ട്. അപ്പൊ ചെലവിങ്ങനെ തുടങ്ങുമ്പോ കുറച്ച് അള്ളാന്റെ ബോധം വരും. പിന്നെ കുറച്ച് തരാതിരിക്കാം, കുറച്ച് ഇരിക്കലല്ല, കുറച്ച് ഇസ്തിഗ്ഫാറല്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അതില്ലാത്തതുകൊണ്ടാണ് ഒറ്റ ചെറുപ്പക്കാരും നമ്മുടെ സദസ്സിലില്ല. കല്യാണം ഇല്ലാത്ത ഒന്നില്ല. എവിടെ ഉണ്ടാവും ആഡംബരങ്ങൾ, അനാചാരങ്ങൾ, അശ്ലീലങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ. റൗണ്ട് അടിച്ചാൽ നമ്മുടെ മൊഴാൻ ജംഗ്ഷൻ ഇങ്ങനെ റൗണ്ട് അടിച്ചാൽ സുബ്ഹാനല്ലാഹ് നൂറുകണക്കിനുള്ള യുവാക്കൾ, നൂറുകണക്കിനുള്ള ചെറുപ്പക്കാർ. ഇവിടെ ഞമ്മ മുഗള നാട്ടുകാരായതുകൊണ്ട് മുഗളനെ കുറിച്ച് പറയും. ഏത് നാട്ടിൽ പോയാൽ, ഏത് നാട്ടിൽ അങ്ങാടി പോയാൽ, ചന്തയിൽ പോയാൽ, ബസാറിൽ പോയാൽ ചെറുപ്പക്കാർ ധാരാളുണ്ടാവും. വണ്ടിയിൽ വളരെ കുറവും. ഇപ്പൊ ചെറുപ്പക്കാർക്ക് ഒരു പരിഷ്കാരം തുടങ്ങിയിട്ടുണ്ട്. വണ്ടി വിക്കു സാത്ത് ഉള്ള ഭാഗത്തിന് ഭയങ്കരം. ഏത് വണ്ടി പോയാൽ ചെറുപ്പക്കാരനുണ്ടാവും. നിസ്കാരത്തിന് വേണ്ടി എല്ലാവരും വണ്ടി ഫുള്ളായി. എത്ര വണ്ടികൾ വണ്ടി ഫുള്ളാണ്. നിസ്കാരത്തിന് ഉള്ളതിന് പോയാലും മകന് ഞങ്ങളുടെ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിയും നിസ്കാരത്തിന് വാങ്ങിയിട്ട ചെറുപ്പക്കാരന്റെ വണ്ടികളും. പക്ഷെ ആ പരിഷ്കാരയോടെ എത്തിയിട്ടില്ല. അതാണ് വലിയ വലിയ അതുകൊണ്ടാണ് അതിന്റെ പരീക്ഷണങ്ങൾ നമ്മെ തേടി വരുന്നത്, ബുദ്ധിമുട്ടുകൾ തേടി വരുന്നത്. എപ്പോഴും നിൽക്കുന്നില്ലാണ് എന്നിട്ട് പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ ഓതൽ കഴിഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലിയ ഇബാദത്ത് അത് ദിക്റുല്ലാഹ്, ദിക്റാണ്. അതോ അത് അത്തരമില്ലാതെ നമ്മുടെ നന്മയും തിന്മയും അല്ലാഹുവിന്റെ കോടതിയിൽ തൂക്കുമ്പോ നമ്മുടെ നന്മയുടെ തൂക്കം വർദ്ധിക്കാൻ അത് കാരണമാകുമെന്നതാണ്. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് റസൂൽ പറഞ്ഞ ചെല്ലാൻ നമുക്ക് എത്ര എളുപ്പമാണ്. ആരെക്കൊണ്ട് ചെല്ലാൻ പറ്റും? അല്ലെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അത് നമ്മുടെ നന്മയുടെ തൂക്കം വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മുടെ നന്മയുടെ തൂക്കം വർദ്ധിപ്പിക്കാൻ ആ അൽഹംദുലില്ലാഹ് കാരണമാകുന്നു എന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചെല്ലണം, ധാരാളമായി ദിക്ർ ചെല്ലാം. ഏത് സമയത്തും ചെല്ലാം, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെല്ലാം. അല്ലാതെ കുറെ അനാവശ്യ സംസാരങ്ങൾ, നമ്മുടെ ഓരോ സംസാരങ്ങളെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യും. എല്ലാം എടാ വാടാ ഓടാ പറയുമ്പോ എത്ര അക്ഷരമുണ്ട്, എത്ര അക്ഷരമുണ്ട് എല്ലാം രേഖപ്പെടുത്തും. ഖുർആൻ പറഞ്ഞാണ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ എന്ത് വാക്ക് പറയുന്നുണ്ടോ ഉമ്മ എന്നൊരു വിളിക്കുന്നത്. ഉമ്മക്ക് എത്ര അക്ഷരം, ഉമ്മ എത്ര അക്ഷരം അവിടെ എഴുതി വെക്കും. ഓരോ ദിവസവും നമ്മൾ സംസാരിച്ച അക്ഷരത്തിന്റെ കണക്കവിടെ എഴുതി വെക്കും. എന്നിട്ടോ ചെറിയ ഇക്കരത്തിലുണ്ട്, ശ്രാദ്ധത്തിലുണ്ട്, ഇസ്തിഗ്ഫാറത്തിലുണ്ട്, ഖുർആനത്തിലുണ്ട്, അത് കണക്കാക്കും. സുബ്ഹാനല്ലാഹ് അക്ഷരത്തിലുണ്ടാവും. ഒരു ഖത്തമിന്റെ ആദ്യത്തെ നമ്മുടെ ഈ സംസാരം ഒരു ഖത്തമിന്റെ അക്ഷരം ഉണ്ടാകും. ഖുർആനിൽ ഒരു ഖത്തം എത്ര അക്ഷരം ഉണ്ടാവും? ഖുർആൻ ഫുള്ളായി എത്ര അക്ഷരം? 5,60,000 ചിലപ്പോ തെറ്റായിരിക്കും. അങ്ങനെ അതിന്റെ അടി അത്ര അക്ഷരമാണ് നമ്മുടെ സംസാരത്തിലുണ്ടാവും. 5 ലക്ഷം 10 ലക്ഷം കഴിഞ്ഞിട്ടുണ്ടാവും, 10 ലക്ഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അത്ര സംസാരം ഇത്ര ഒരാളുകൾ വർഗത്തിന് പോലെ സംസാരിക്കുന്നതാണ്. വർഗിന്റെ പോലെ ലക്ഷണ 5 ലക്ഷം കാണുന്ന ഇങ്ങനെ പകൽ വളരെ പിന്നാന്ന് കൂട്ടിയിട്ട് രാത്രി വാക്യം അതേ പിന്നാന്താണ്. നമ്മൾ എങ്ങനെ ആദത്താക്കുന്നുണ്ടോ അതുപോലെ ആയിരിക്കും നമ്മുടെ നാവിന്റെ ചലനം. നിങ്ങൾക്ക് നേരെ മറവെന്ന് അറിയില്ല, ഏതൊരു ബസ് കണ്ടക്ടർ മരിക്കുന്ന സമയത്ത് കുറെ നാടിന്റെ പേര് എനിക്ക് വെച്ചു കൊടുക്കാം. ബസ്സിന്റെ കണ്ടക്ടർമാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇങ്ങനെ കുറെ നാട്ടിൽ പോകുന്ന നാട്ടിന്റെ പേരിങ്ങനെ വിളിച്ചു അത് ഭയങ്കര ശ്രദ്ധയാണ്, ഭയങ്കര ശ്രദ്ധയാണ്. ഹോട്ടലിൽ പോയാൽ സപ്ലൈമാർ അവരോട് ചോദിച്ചാൽ എന്തുണ്ട് ചോദിച്ചാൽ ഉള്ളത് ഒറ്റയടിക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ആദ്യത്തായി പോയി ഇങ്ങനെ ഒറ്റയടിക്ക്
കണ്ടക്ടറാണ്. ഏതോ ഒരു കണ്ടക്ടർ മരിക്കുമ്പോൾ നമ്മുടെ നാട്ടിന്റെ പേര് ലിഫ്റ്റ് വെച്ചു പോയില്ല. എന്നാൽ അത് പ്രാക്ടിക്കലാണ്. നമ്മളതുപോലെ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ ഇത് പ്രാക്ടിക്കലായി ശരിയാ സുബ്ഹാനല്ലാഹ് അങ്ങനെ ശരിയാ നമുക്കും അതുപോലെ മരിക്കാൻ കഴിയും, അതുപോലെ മരിക്കാൻ കഴിയും. അപ്പൊ ആ വിഷയത്തിൽ വളരെ ഗൗരവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റമദാനാണ് വരുന്നത്. അനാവശ്യങ്ങളൊക്കെയും കഴിവിന്റെ പരമാവധി നിർത്തി വെച്ച് ആവശ്യമുള്ള ദിക്റുകൾ, ആവശ്യമുള്ള സ്വലാത്ത്, ആവശ്യമുള്ള ദുആ, ആവശ്യമുള്ള ഇസ്തിഗ്ഫാർ, ഇതൊക്കെയും നമ്മുടെ നാവ് കൊണ്ട് നാം പതിവാക്കണമെന്നതായിരുന്നു നമ്മുടെ ഖുതുബ. പരിചയം ഉറപ്പാണ്. ഞാൻ നമ്മുടെ ലിജോട് തലപ്പാടി ഭാഗത്തിലുള്ള ഒരു ചെറിയ മദ്രസയിൽ പഠിക്കുന്ന 8 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മദ്രസ വിട്ട് പോകുമ്പോൾ അപകടത്തിൽ വിട്ട് മരിച്ചുപോയില്ല. ആ കുട്ടിയെ 2 കൊല്ലം പഠിപ്പിച്ച ഉസ്താദ് കരഞ്ഞുകൊണ്ട് ഒരു വായിച്ച് പുറത്തുവിട്ടു. എന്താ ഉസ്താദ് പറഞ്ഞത്? 2 കൊല്ലം ഞാൻ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ ഒരു ദിവസം പോലും അനാവശ്യമായ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു പുഞ്ചിരി മാത്രമേ ആ കുട്ടിയുടെ മുഖത്ത് കണ്ടിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ് അങ്ങനെ ഒരുപാട് നന്മകൾ പറഞ്ഞു. ഉസ്താദിന്റെ കൂടെ സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ഏതോ ഒരു കണ്ടുപിടി വന്നിട്ട് ഈ സ്കൂട്ടിയെ കാണിച്ചതാണ്. അത് വീട് തലനെ തിരിഞ്ഞുപോയിന്നാണ് സമയം. തലനെ തിരിഞ്ഞുപോയി കണ്ണ് പുറത്തേക്ക് വന്നതാണ് കുട്ടിയോട്. നീ സബർ നൽകണേ അല്ലോ, കുടുംബത്തിന് സമാധാനം നൽകണേ. നമ്മുടെ മദ്രസയും മക്കളൊക്കെ ഇങ്ങനെ വരാൻ രാവിലെ പകൽ രക്ഷിതാക്കൾ പ്രത്യേകമായി എന്ത് തിരക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാൽ സുബൈക്ക് തന്നെ 9 മണിക്ക്, സുബൈക്ക് തന്നെ 8 മണിക്ക്, ഞങ്ങളുടെ മക്കൾ 6 മണിക്ക് മദ്രസയിൽ. അപ്പൊ നല്ല ഒരു മനസ്സോടെ ആ മക്കളെ കൊണ്ടുവന്ന് എത്രയോ രക്ഷിതാക്കളുണ്ട് കൊണ്ടുവന്നിട്ട് വിടുന്നവർ. എന്നാൽ ഓരോരുത്തരും അവരവരുടെ മക്കളെ പ്രത്യേകമായി ശ്രദ്ധിച്ച ഇപ്പൊ മുമ്പോട്ടവരല്ല 2 റോഡ് കടന്നിട്ടാണ് വരേണ്ടത് പോകേണ്ടത്. അപ്പൊ എത്ര ശ്രദ്ധിച്ചാലും മതിയാവും. താന്റെ പ്രത്യേകമായ ഒരു സഹായമാണ്. അള്ളാഹു ആ സഹായം ഇന്നുവരെ തന്നതുപോലെ ഇനിയും ആ മതം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. പറഞ്ഞു വന്നത് ആ കുട്ടി മരിച്ചുപോയി. അതെ, പിന്നെ നമ്മുടെ പൈസ മരിച്ചുപോയി, ചെറിയ പൈസ അപകടത്തിൽ വിട്ട് മരിച്ചുപോയ ആ കൂട്ടുകാരുടെ കൂടെ ബാക്കിലുണ്ടായിരുന്ന സഹോദരനായിരുന്നു മരിച്ചുപോയി. ചെറുപ്പക്കാരനാണ്, പാട്ടുകാരനാണ്. എന്തെല്ലാം റസൂലുള്ളാഹിനെ കുറിച്ചുള്ള പാട്ട്, അവരിനെ കുറിച്ചുള്ള പാട്ട് പാടിയ ആളുകൾ മരിച്ചു പോവാണ്. അപ്പൊ ഞങ്ങൾ മരിച്ചു പോകും ഉറപ്പാണ്. ആ മരിക്കുമ്പോൾ നല്ല കൽവോടെ, നല്ല നാവോടെ, നല്ല സ്വഭാവത്തോടെ അള്ളാഹുവിനെ കിട്ടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അള്ളാഹു ആരൂപത്തിൽ ഈമാനുള്ള മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധത്തോടെ സന്തോഷത്തോടെ ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം പടച്ചറ ഔദാര്യമായി ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹുവിനെ നൽകണേ. അള്ളാഹ് പ്രത്യേകിച്ച് മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് വസീയത്ത് ചെയ്ത ഒരു സഹോദരൻ പടച്ചവനെ അള്ളാഹുവിന്റെ പെങ്ങളുടെ ഭർത്താവ് അടുത്ത് മരിച്ചുപോയി. പിന്നെ ഒരു പെങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. പടച്ചവൻ അങ്ങനെ കുടുംബത്തിൽ ആരൊക്കെ മരിച്ചുപോയോ അവരുടെ കബറൊക്കെയും നീ സ്വർഗീയ ഭവനമാക്കി കൊടുക്കണേ. അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ. അടിയ മരിച്ചുപോയതിന്റെ പേരിൽ കുടുംബം ഇന്നും വേദാരിലാണ്. പെങ്ങൾ ഇന്നും അരയിലാണ്. പടച്ചവനെ ഇద్దയിലാണ്. നീ സബർ നൽകണേ. സമാധാനം നൽകണേ. പടച്ചവനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമായിരുന്നു നമ്മുടെ സ്വാമിന്റെ ഒപ്പം മരിച്ചുപോയി ഇച്ചിനംകോടിയിലുള്ള നഫീസ ഹജ്ജുമാന്റെ പേരുള്ള വെള്ളിയാഴ്ച രാവിലെ മരിച്ചുപോയി. അതുപോലെ തിങ്കളാഴ്ച ദിവസം ആസിയാന്റെ പേരുള്ള ഉമ്മ മരിച്ചുപോയി. അവരൊക്കെയും ഞങ്ങളെ വലിയ സ്നേഹിച്ച ഉമ്മമാരായിരുന്നു. റമദാൻ വന്നാലും അല്ലാത്ത നല്ല ദിവസങ്ങൾ വന്നാലും ഹദിയകൾ നമ്മിലേക്ക് അയച്ചു തരും. അനുഭവം സുബ്ഹാനല്ലാഹ് നല്ല നല്ല ഉമ്മമാർക്ക് നീ കൊടുത്ത നല്ല നല്ല മരണങ്ങൾ പടച്ചവനെ അവർക്കൊക്കെയും അവരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ സ്വർഗം കിട്ടാൻ കാരണമാക്കണേ. സ്വർഗം കിട്ടാൻ കാരണമാക്കണേ. അള്ളാഹുവെ നമ്മിൽ മരിച്ചുപോയ ഉമ്മമാർ, ഉപ്പമാർ, കുടുംബങ്ങൾ, അവരുടെ സ്നേഹിതന്മാർ പലരും അവർക്കെല്ലാം ഈ റജബിന്റെ മാർഗത്തോട് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ബിഹംദി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.